ട്രേഡിംഗ് മിനിയുടെ വീക്കിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് 238 പോയിൻറ്റും S&P ഫ്ലാറ്റായിട്ടും നസ്ഡാക്ക് നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ് നിഫ്റ്റി 23 പോയിൻറ്റ് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ചെറിയൊരു പോസിറ്റീവ് ഓപ്പണിങ്ങിനുള്ള സാധ്യത ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. നമുക്ക് ഡേ ചാർട്ടിലോട്ട് പോവാം. ഡേ ചാർട്ടിൽ വീക്കിലി ക്യാൻഡിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീക്കിലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ലെവലാണ് 24,600 പിന്നെ ഇതായി കാണുന്ന ഒരു ട്രെൻഡ് ലൈനും. ഈ ഒരു ട്രെൻഡ് ലൈന് കൃത്യമായിട്ട് ആ ഒരു ട്രെൻഡ് ലൈന് ബ്രേക്കൗട്ട് കിട്ടിയിരുന്നെങ്കിൽ മാർക്കറ്റ് വലിയൊരു ഫോളിലോട്ട് പോകാൻ സാധ്യതയുണ്ടായിരുന്നു. കൃത്യമായിട്ട് അവിടെ നിന്ന് പ്രൈസ് ആക്ഷൻ അനുസരിച്ചാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. നമുക്ക് ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കൃത്യമായിട്ടൊരു റിവേഴ്സ് വന്നിട്ടുണ്ട്. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് മാർക്കറ്റിൽ റിവേഴ്സ് വന്നിരിക്കുന്നത്. പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് പ്രൈസ് ആക്ഷൻ അനുസരിച്ച് തന്നെയാണ് ഹയർ ഹൈ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഹയർ ഹൈ നേരെ ഈ ഒരു ഹൈക്ക് ശേഷം അടുത്ത ഹയർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടാണ് പുതിയൊരു ഹയർ ഹൈ വന്നിരിക്കുന്നത്. വീണ്ടും ഇതിന് താഴോട്ടോ അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനോ ബ്രേക്കൗട്ട് കിട്ടി താഴോട്ട് പോകാണ്ടാണ് മാർക്കറ്റ് ഇവിടെ നിന്ന് ബുള്ളിഷിലോട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു എന്ന് കരുതി വീണ്ടും ഒരു ഹയർ ഹൈ ഈ ആഴ്ചയോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ ഫോം ചെയ്യണമെന്നില്ല. മാർക്കറ്റ് എപ്പോഴും ഒരു ഹയർ ഹൈയോ അല്ലെങ്കിൽ ഹയർ ലോയോ വന്നതിന് ശേഷം അവിടെ നിന്നൊരു പുൾ ബാക്കിന് വേണ്ടിയിട്ട് മാർക്കറ്റ് ഒരു റീട്രേസ്മെൻറ്റിന് പോകാറുണ്ട്. ഇപ്പം താഴോട്ട് വരുന്ന മാർക്കറ്റ് ആണെങ്കിൽ മുകളിലോട്ട് പോയിട്ടായിരിക്കും താഴോട്ട് വരുന്നത്. അതുപോലെ തന്നെ താഴോട്ട് വീഴുന്ന മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂ താഴോട്ട് വീഴത്തില്ല, എപ്പോഴും ഒരു പുൾ ബാക്കിന് മുകളിലോട്ട് കൊടുത്തിട്ടായിരിക്കും വീണ്ടും താഴോട്ട് വരുന്നത്. അപ്പം കൃത്യമായിട്ട് ആ പുൾ ബാക്ക് ഏതുവരെ പോകും എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ഇത് ഇപ്പം ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറിയാൽ തന്നെയും ഇവിടെ നിന്ന് ഒരു 56.18% റീട്രേസ്മെൻറ്റ് കഴിഞ്ഞിട്ടായിരിക്കും മാർക്കറ്റ് താഴോട്ട് വീണ്ടും വരാൻ സാധ്യത കൂടുതലായിട്ട് ഉള്ളത്. ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ലെവല് ഇവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ട് വന്നതിന് ശേഷം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഫിബ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ ഒരു 0.618 to 0.618 വരയ്ക്കും മാർക്കറ്റ് റീട്രേസ്മെൻറ്റ് നടത്തിയിട്ടാണ് വീണ്ടും താഴോട്ട് വീണത്. മാർക്കറ്റിന് ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറുന്ന സമയത്തും ഏകദേശം 6.18 താഴെ വന്നിട്ടാണ് മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറുന്നത്. അപ്പം അടുത്ത മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു റീട്രേസ്മെൻറ്റ് വരാൻ സാധ്യതയുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഹൈന്ന് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോ വര നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലടുത്തൊരു റീട്രേസ്മെൻറ്റിനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. 25,130 മുതൽ 25,025 വരെ വരുന്ന ഒരു ഏരിയ ആണ്. ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസിനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ എന്ന് പറയുന്നത് മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസിനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇത് 25,000 25,100 വരുന്ന സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണ്. നേരത്തെ നമുക്കൊരു റെസിസ്റ്റൻസ് വന്നിരിക്കുന്നത്, ഒരു റിജക്ഷൻ വന്നിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ കൂടെയാണ്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ വരുമ്പോഴെന്ന് പറയുന്നത് ഇവിടെ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷർ താഴെ വന്നു കഴിഞ്ഞാലും അടുത്ത ഒരു പുൾ ബാക്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് സോണ് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് കയറി പോകാൻ സാധ്യതയുണ്ട്. 25,274 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇത് ബ്രേക്കൗട്ട് കിട്ടില്ല എന്നല്ല പറയുന്നത്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് എപ്പോഴെങ്കിലും ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിൻ്റെ മുകളിലൊരു ഹയർ ഹൈ വരും. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്നു തിരിച്ചു കയറി ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇവിടെ നിന്നൊരു സ്ട്രോങ് ഫോൾ വന്നു.
മാർക്കറ്റ് ഇവിടെ നിന്ന് നേരെ താഴോട്ട് പോയി. പക്ഷേ അടുത്ത കയറ്റത്തിൽ അത് ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടാണ് ഇവിടെ ഒരു പുതിയൊരു ഹയർ ഹൈ വന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ചു കയറുമ്പോഴും ഈ ഒരു ഏരിയയിൽ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴാണ് അടുത്ത പ്രാവശ്യം ഇത് ഇങ്ങോട്ട് വരുന്നത്, ആ സമയത്ത് ഇതൊരു ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യതയുണ്ടാവും. ആ ബ്രേക്ക് ഔട്ട് മാർക്കറ്റിന് നേരെ മുകളിലോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലൊരു ഹയർ ഹൈ ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ഹയർ ഹൈ ഏതുവരെ പോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വ്യക്തമായിട്ട് മാർക്കറ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ലെവല് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് ഈ ഒരു ട്രെൻഡ് ലൈൻ താഴത്തെ സപ്പോർട്ടിന് നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലിൽ വീഡിയോ കാണുന്നവർ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഇനി നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളൊരു കമൻറ്റെങ്കിലും ഈ വീഡിയോയുടെ താഴെ ഇട്ടിട്ട് പോവുക. വെറുതെ ഒരു കമൻറ്റ് ഇടണ്ട, കഴിഞ്ഞ പ്രീ മാർക്കറ്റ് വീഡിയോയെക്കുറിച്ചുള്ള ഒരു കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ നമ്മളെവിടെയാണ് പറഞ്ഞത്? ഓക്കെ, ഈ ഒരു സപ്പോർട്ട് ലെവലിനെ കുറിച്ച് പറഞ്ഞാണ്. ഇവിടെ നമുക്ക് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു, ഇവിടെ സപ്പോർട്ട് എടുത്തു, ഇവിടെ സപ്പോർട്ട് എടുത്തു, ഇവിടെ സപ്പോർട്ടിന് തൊട്ട് മുകളിൽ മാർക്കറ്റ് കയറിപ്പോയി. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു റെസിസ്റ്റൻസ് ലൈന്, ഈ ഒരു റെസിസ്റ്റൻസ് നേരത്തെ വന്നിട്ടുള്ള ഈ ഹൈ ഈ ലോ ഇത് കണക്റ്റ് ചെയ്ത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, മാർക്കറ്റ് നേരത്തെ ഇവിടെ നിന്ന് നേരെ താഴോട്ട് വന്നതാണ്. ഇവിടെ നിന്ന് നേരെ താഴോട്ട് വന്നു തിരിച്ചു കയറിയപ്പോൾ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ഔട്ട് കിട്ടി തിരിച്ചു കയറിയപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ആയി. വീണ്ടും മാർക്കറ്റ് തിരിച്ചു കയറിയപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ആയി. അപ്പോൾ അടുത്തൊരു റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് കിട്ടി മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ എവിടെയെങ്കിലും 25,600-നും 700-നും ഇടയ്ക്ക് ഒരു റെസിസ്റ്റൻസിനുള്ള സാധ്യത അടുത്തിനിയുണ്ട്. അത് ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച മാർക്കറ്റ് തിരിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ഹയർ ഹൈ ഫോം ചെയ്യാനുള്ള സാധ്യത 25,600-നും 700-നും ഇടയ്ക്കായിരിക്കും. മാർക്കറ്റ് അവിടെ നിന്ന് തിരിച്ച് താഴോട്ട് ഒരു റീട്രേസ്മെൻറ്റിന് താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഡേറ്റയിലോട്ട് പോവാം. ഡേറ്റ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് ആണ്, സെല്ലേഴ്സ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. FIS സ്റ്റോക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1583 കോടിക്ക് FIS സ്റ്റോക്ക് സെല്ല് ചെയ്തിട്ടുണ്ട്. DIS 490 കോടിക്കാണ് ബൈ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റിൽ നോർമലി നമുക്ക് കോൾ ഓപ്ഷൻ FIS കോൾ ഓപ്ഷൻ ചെറിയ രീതിയിൽ അവരൊരു ബയ്യിങ്ങിലോട്ട് വരുന്നതിൻ്റെ സൂചനയാണ്. കാരണം മാർക്കറ്റ് ഇവിടെ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അവർ CA സൈഡിലോട്ട് നോക്കുന്നതല്ല. സെല്ല് ചെയ്യുന്നുണ്ടെങ്കിലും ചെറിയ ക്വാണ്ടിറ്റിയെ സെല്ല് ചെയ്യുന്നുള്ളൂ. സ്ട്രോങ് അവിടെ പുട്ട് ഓപ്ഷൻ ബയ്യിങ് ആണ് നടക്കുന്നത്. ഏകദേശം 2.91 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്ട്രോങ് ബയ്യിങ് ആണ്. കോൾ ഓപ്ഷൻ ബൈ ചെയ്തിരിക്കുന്നത് ഏകദേശം 2 ഇതിന് മുന്നേ ഉള്ള ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ക്വാണ്ടിറ്റി ബയ്യിങ് വന്നിട്ടില്ല. അപ്പോൾ പ്രോ ബയ്യിങ്ങിലോട്ട് കടക്കുന്നു. ഏകദേശം 2.3 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. സെയിം 90,000 പോയിന്റും അറ്റ് ദ ടൈം തന്നെ 90,000 പോയിന്റ് പുട്ട് ഓപ്ഷനും ഹോൾഡിംഗ് ആണ്. ക്ലയൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവർ പുട്ട് ഓപ്ഷൻ സെല്ലിംഗ് ആണ്. അതുപോലെ തന്നെ കോൾ ഓപ്ഷനും സെല്ലിംഗ് ആണ്. ഫ്യൂച്ചേഴ്സിൽ വലിയ രീതിയിൽ മൂവ്മെൻ്റ് ഇല്ലെങ്കിലും ഇപ്പോഴും ക്ലയൻസ് ഫ്യൂച്ചർ ക്വാണ്ടിറ്റി കൂട്ടുന്നുണ്ട് ബൈയിങ്ങിലോട്ട്. FIS നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സെല്ലിങ്ങും കൂട്ടുന്നുണ്ട്. മാർക്കറ്റ് ഇപ്പോൾ എന്താണ് ഒരവസ്ഥ, ആ ഒരു അവസ്ഥയിൽ തന്നെ ചെറിയ രീതിയിൽ പടിയായിട്ട് മാർക്കറ്റ് മുകളിലോട്ടൊരു ബൈയിങ് പ്രഷറിനുള്ള സാധ്യതയുണ്ട്. നമുക്ക് നേരത്തെ 15 മിനിറ്റ്സിൻ്റെ ചാർട്ടിൽ ലെവൽസ് നോക്കിയിട്ടില്ലായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നിട്ടുണ്ടായിരുന്ന ലെവൽസ് ഇതായിരുന്നു. 24,870 മുകളിൽ 24,870 വരയ്ക്കും നോൺ ട്രേഡിംഗ് ഏരിയ ആയിരുന്നു. ഇതിന് മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,920 ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് അതുവരെ എത്തിയിട്ടില്ലായിരുന്നു. നമുക്ക് തിങ്കളാഴ്ച മുകളിലോട്ടുള്ള ലെവലെന്ന് പറയുന്നത് ഈ ഒരു ലെവൽ 870 870
24,920 തന്നെയാണ് മുകളിലോട്ടുള്ള ലെവലെന്ന് പറയുന്നത്. 24,920 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,000 ഒരു മേജർ റെസിസ്റ്റൻസ് ആയിരിക്കും. കൃത്യമായിട്ട് 25,000 തന്നെ റിജക്ഷൻ വരണമെന്നില്ല. 24,990, 25,000, 25,010, 20 അവിടെ എവിടെയെങ്കിലുമൊക്കെ മാർക്കറ്റ് റിജക്ഷൻ വരും. അപ്പം 25,000 നമ്മളൊരു കൃത്യമായിട്ട് അവിടെ ഒരു ഫിഗറിൽ, എന്നാലും മുകളിലോട്ട് മാർക്കറ്റ് ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ ലെവലിലൂടെ നോക്കുക. അവിടെ എവിടെയാണോ റെസിസ്റ്റൻസ് വരുന്നത് അത് ടാർഗറ്റ് വയ്ക്കുക. എന്നാലും ഇവിടെ നമ്മൾ 25,000 പറയുന്നതേ ഉള്ളൂ. താഴോട്ടുള്ള ലെവലെന്ന് പറയുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും, വ്യാഴാഴ്ച വൈകുന്നേരം ആ സമയത്തും ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ ഒരു ഏരിയയും, വെള്ളിയാഴ്ച മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തൊരു ഏരിയ ഉണ്ട്, ഇത്രയും ഒരു ഏരിയ. അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ട് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. 24,810 സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. 24,810 കാരണം എന്ന് പറയുന്നത് നേരത്തെ നമ്മുടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് ആയിരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇനി മാർക്കറ്റ് താഴോട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു സപ്പോർട്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 24,810 വരയ്ക്ക് എന്ന് പറയുന്നത് നമുക്കൊരു നോൺ ട്രേഡിംഗ് സോണാണ്. ഇതിനിടയ്ക്ക് സ്കാൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻട്രി എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രാഡേ ലെവൽസ് നോക്കിയിട്ട് എൻട്രി എടുക്കാം. ഇതിനിടയ്ക്കാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു CPR വരുന്നത്. അപ്പോൾ 24,810 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24 വലിയ ടാർഗറ്റ് ഇല്ല. മാർക്കറ്റ് 24,750, 810 ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ 750, 24,740. ഓക്കെ, ഇതായിരിക്കും താഴോട്ടുള്ള ടാർഗറ്റ്. അപ്പോൾ മുകളിലോട്ടും താഴോട്ടും ചെറിയ ടാർഗറ്റുള്ളൂ. മുകളിലോട്ട് 25,000, താഴോട്ട് 24,740. നമുക്ക് ഇൻട്രാഡേ ലെവൽസിലോട്ട് പോകാം. ഇൻട്രാഡേ ലെവൽസിൽ വൈഡ് CPR ആണ് വരുന്നത്. CPR ലെവൽ 24,825 തൊട്ട് 24,872 വരയ്ക്കും. ഏകദേശം 50 പോയിന്റിൻ്റെ CPR ആണ്. മാർക്കറ്റ് താഴോട്ട് ഇതിവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. ഇവിടെ മാർക്കർ 24,793, 808 നേരത്തെ പറഞ്ഞ 700 നമ്മൾ ഇൻട്രാഡേ 740. ഓക്കെ, മാർക്കറ്റ് ഇവിടെ ഈ 793, 808 CPR ബ്രേക്കൗട്ട് കിട്ടിയാലും ഈ ഒരു ഏരിയയിൽ ബൈയിങ് പ്രഷറിനുള്ള സാധ്യത ഉണ്ട്. 808, 783 താഴോട്ട് മാർക്കറ്റ് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്ന് പറയുന്നത് അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ ട്രെൻഡ് മാറാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലോയ്ക്ക് താഴെ മാർക്കറ്റ് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ഒരു ലെവലിൽ വരയ്ക്കും പറയുന്നത്. ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിലുള്ള പ്രൈസ് ആക്ഷൻ ഫെയിലാകും. മാർക്കറ്റ് താഴോട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിന് നിലവിൽ സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ടാണ് താഴോട്ട് വരയ്ക്കാത്തത്. 793, 808 താഴോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യത കുറവാണ്. മുകളിലോട്ട് 938, 24,938, 950, ഏറ്റവും മുകളിൽ 25,005, 25,005, 25,019 ഏറ്റവും മുകളിൽ. നേരത്തെ നമ്മൾ 15 മിനിറ്റ്സിൻ്റെ ചാർട്ടിൽ പറഞ്ഞതാണ് 25,000 റെസിസ്റ്റൻസ് ആയിരിക്കും. ഇൻട്രാഡേ ലെവൽ വരുന്നത് 25,005, 25,019 താഴോട്ട് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ CPRന്ന് സപ്പോർട്ട് കിട്ടും. ഫസ്റ്റ് സപ്പോർട്ട് കിട്ടുക ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് എന്നുണ്ടെങ്കിൽ, താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ CPRൻ്റെ ടോപ്പ് ആയിരിക്കും സപ്പോർട്ട് വരിക 24,872, 24,858. സപ്പോസ് ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം ചിലപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ വ്യാഴാഴ്ച ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ട്രെൻഡ് ലൈന് വെള്ളിയാഴ്ച പലവട്ടം അവിടെ നിന്ന് റെസിസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് പോയത്. അപ്പം ഇനി താഴോട്ട് വരുമ്പോഴത്തേക്കും CPRനുള്ളിലൂടെയാണ് ഈ ഒരു ട്രെൻഡ് ലൈൻ പോകുന്നത്. അപ്പോൾ ആ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. എപ്പോഴെങ്കിലും ട്രെൻഡ് ലൈനിൽ ഒരു റിവേഴ്സ് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് എൻട്രി നോക്കാം.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക്